നേമത്തെ സ്ഥാനാർത്ഥിത്വത്തിൽ കോൺഗ്രസിനുള്ളിൽ ചർച്ചകൾ സജീവമാണ്. എം ഹസനിലേക്ക് ചർച്ച നീളുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. ഹസൻ സ്ഥാനാർത്ഥിയായാൽ മണ്ഡലത്തിലെ മുസ്ലിം വോട്ടുകൾ ഏകീകരിക്കപ്പെടുമെന്ന വിലയിരുത്തലുണ്ട്. യൂത്ത് കോൺഗ്രസ് നേതാക്കളായ JS അഖിലും നേമം ഷജീറുമൊക്കെ സാധ്യതാ പട്ടികയിലുണ്ട്. വിവരങ്ങളുമായി അൻഫിലിറ്റ് ഡിസൂസ ചേരുന്നുണ്ട്. അൻഫിലിറ്റ് നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ദേശീയ തലത്തിലും സംസ്ഥാന തലത്തിലും ഒക്കെ ഉറ്റുനോക്കുന്ന മണ്ഡലമാണ്. BJPയുടെയും ഒപ്പം തന്നെ CPMന്റെയും സ്ഥാനാർത്ഥികൾ ഏറെക്കുറെ ഉറപ്പായി. ഇനി കോൺഗ്രസിൽ നിന്ന് ആര് വരും എന്നുള്ളതാണ് ആകാംക്ഷ. ഏറ്റവും വലിയ പ്രത്യേകത ജാതി സമവാക്യങ്ങൾ വിധി നിർണ്ണയിക്കുന്ന മണ്ഡലം എന്നുള്ളതാണ്. അത് തന്നെയാണ് കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി ആരാകുമെന്നതിനെ ആശ്രയിച്ച് തന്നെയാണ് ഇവിടെ മറുഭാഗത്ത് BJP ആയാലും കോൺഗ്രസ് ആയാലും തങ്ങളുടെ വിജയം 100% ഉറപ്പിക്കുന്നത്. അതായത് ഏറ്റവും ശക്തനായ ഒരു സ്ഥാനാർത്ഥിയാണ് വരുന്നതെങ്കിൽ ആ വിജയം ഒരു ഇടതുമുന്നണിക്കായിരിക്കും അനുകൂലമാകുന്നു പ്രതീക്ഷിക്കുകയാണ്. കാരണം കഴിഞ്ഞ തവണ 2021 സംഭവിച്ച ഒരു രീതി അതാണ്. K മുരളീധരൻ വന്നതോടുകൂടിയാണ് 3 മുന്നണികൾക്കും അല്ലെങ്കിൽ 3 പാർട്ടികൾക്കും അവിടെ ലഭിക്കുന്ന പരമ്പരാഗത വോട്ടുകൾ 3 പാർട്ടികളിലേക്ക് പോവുകയും അങ്ങനെ അത് V ശിവൻകുട്ടിയുടെ വിജയത്തിലേക്ക് മാറുകയും ചെയ്തു എന്നാണ് കണക്ക്. ഇപ്പോഴും ആ കണക്കിൽ മാറ്റമില്ല. പിന്നീട് ലോക്സഭാ തെരഞ്ഞെടുപ്പിലും ഒപ്പം തന്നെയും തദ്ദേശ തെരഞ്ഞെടുപ്പ് വന്നപ്പോഴും ഒക്കെ തന്നെയും വലിയ രീതിയിലൊരു നേട്ടം BJPക്ക് നിയമസഭാ മണ്ഡലത്തിൽ ഉണ്ടാക്കാൻ കഴിഞ്ഞെങ്കിലും ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പിനെ നേരിടുമ്പോൾ അതായിരിക്കില്ല പാറ്റേൺ എന്ന് ഇപ്പോഴും ഉറച്ചു വിശ്വസിക്കുകയാണ്. കണക്കുകൾ വർഷങ്ങളായുള്ള ഒരു കണക്കുകൾ നിരത്തിയാണ് 3 പാർട്ടികളും പ്രത്യേകിച്ച് CPM ആയാലും കോൺഗ്രസ് ആയാലും വാദിക്കുന്നത്. അതേസമയം കോൺഗ്രസ് ആകട്ടെ കഴിഞ്ഞ ഓരോ തവണ ഇപ്പോൾ O രാജഗോപാൽ മത്സരിച്ചപ്പോഴും അവിടെ നിർത്തിയ കോൺഗ്രസ് സ്ഥാനാർത്ഥികൾ ദുർബലമാകുമ്പോഴാണ് ആ വിജയം BJPയിലേക്കും CPMലേക്കും ഒക്കെ മാറുന്നത് എന്നൊരു വാദമാണ്. അത് 3 മുന്നണികളും അംഗീകരിച്ചിട്ടുള്ള കാര്യം തന്നെയാണ്. അതുകൊണ്ട് ഇത്തവണ ഏറ്റവും ശക്തനായ ഒരു കോൺഗ്രസ് സ്ഥാനാർത്ഥിയെ നിർത്തി അവിടെ ഒരു ത്രികോണ മത്സരം ഉറപ്പിക്കണമെന്നാണ് കോൺഗ്രസിൻ്റെ ഒരു വാദവും അല്ലെങ്കിൽ കോൺഗ്രസിൻ്റെ നേതൃത്വത്തിൽ നടക്കുന്ന ചർച്ചകളൊക്കെ തന്നെ. ഇത് തിരുവനന്തപുരം ജില്ലാ കേന്ദ്രം തിരുവനന്തപുരം DCC ഉൾപ്പെടെ അതിന് വളരെ ശക്തമായ വാദമാണ് ഉന്നയിക്കുന്നത്. പ്രത്യേകിച്ച് നേമത്തത് സംസ്ഥാന നേതൃത്വത്തിന് ഏറെ താല്പര്യമുള്ള സംസ്ഥാന നേതൃത്വം വളരെ ശക്തമായി തന്നെ മുന്നിൽ വെക്കുന്ന ഒരു മണ്ഡലമാണ് നേമം. അതുകൊണ്ട് 2 ഓപ്ഷനുകളാണ്. ഒന്നുകിൽ ഏതെങ്കിലും ഒരു പ്രാദേശിക നേതാവിനെ ഏൽപ്പിക്കുക, അതല്ല എങ്കിൽ കോൺഗ്രസ് സംസ്ഥാന തലത്തിൽ ഏറ്റവും കരുത്തരായ നേതാവിൽ ഒരാളെ അവിടെ നിയോഗിക്കുക. ഈ രീതിയിൽ ഏതെങ്കിലും. അപ്പോൾ ഈ ആദ്യമൊക്കെ തന്നെ പ്രാദേശിക തലത്തിലുള്ള ഒരു നേതാവിന് ഒരു പ്രാദേശിക ഘടകത്തെ അവിടെ നിർത്താം. മറ്റു മണ്ഡലങ്ങൾ പ്രത്യേകിച്ച് ഈ വട്ടിയൂർക്കാവ് കഴക്കൂട്ടമൊക്കെ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാം എന്നതായിരുന്നു കോൺഗ്രസിൻ്റെ ഒരു കണക്കുകൂട്ടലെങ്കിൽ ഇപ്പോൾ ചർച്ചകളൊക്കെ മാറി അത് ഒരു ശക്തനായ നേതാവ് തന്നെ സംസ്ഥാന തലത്തിലുള്ള ഒരു നേതാവ് തന്നെ നേമത്ത് മത്സരിക്കണമെന്ന ചർച്ചകളിലേക്കൊക്കെ ഇപ്പോൾ വളരെ സജീവമായി ആ ചർച്ചകൾ. നേമത്തെ ഏറ്റവും കൂടുതൽ മണ്ഡലങ്ങൾ പല പ്രമുഖരും പല ഇടങ്ങളിലും മത്സരിക്കുന്നതിനെ ചൊല്ലിയുള്ള ചർച്ചകൾ നടക്കുമ്പോഴും നേമത്തെ ചർച്ചകൾ തിരക്കിട്ട ചർച്ചകൾ തന്നെ നേമത്തെ ചുറ്റിപ്പറ്റി ഇപ്പോൾ കോൺഗ്രസിനുള്ളിൽ നടക്കുകയാണ്. ആ ചർച്ചകളാണ് M ഹസനിലേക്ക് എത്തി നിൽക്കുന്നത്. നേരത്തെ തന്നെ ചില കോണുകളിൽ നിന്നൊക്കെ ഹസനെ മുതിർന്ന നേതാക്കളെ മത്സരിപ്പിക്കണമെന്നൊരു ആവശ്യം വന്നു. VM സുധീരൻ അടക്കമുള്ളവരുടെ പേരുകളൊക്കെ വന്നു. പക്ഷേ സുധീരൻ താൻ മത്സരരംഗത്തില്ല എന്ന് നേതൃത്വത്തെ അറിയിച്ചു. മുല്ലപ്പള്ളിയുടെ പേരുകളൊക്കെ ഉയർന്നു വന്നു. അപ്പോൾ ഈ 3 ഏറ്റവും മുതിർന്ന നേതാക്കളെ ചുറ്റിപ്പറ്റിയുള്ള അത് 3 പേരും പല മണ്ഡലങ്ങളിൽ നിൽക്കട്ടെ എന്നാണ്. പക്ഷേ അതിൽ M ഹസന് മാത്രമാണ് അദ്ദേഹത്തിൻ്റെ മത്സരത്തിൽ നിന്ന് പിൻവാങ്ങിയിട്ടുള്ള നേതൃത്വം ആവശ്യപ്പെടുകയാണെങ്കിൽ താൻ മത്സരിക്കാമെന്ന് അദ്ദേഹം അറിയിച്ചിട്ടുണ്ട്. അങ്ങനെയാണ് അദ്ദേഹത്തിൻ്റെ പേര് ഇപ്പോൾ നേമത്ത് മണ്ഡലത്തിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥി ആരാകും എന്നുള്ളതാണ് ആകാംക്ഷ. മുതിർന്ന നേതാവ് M ഹസനും യുവ നേതാക്കളായ JS അഖിലും നേമം ഷജീർ ഒക്കെ പരിഗണനയിലുണ്ട്. നേമം ഷജീർ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുകയും അവിടുത്തെ മുസ്ലിം വോട്ടുകളൊക്കെ ഏകീകരിക്കാൻ കഴിഞ്ഞു എന്നൊരു വിലയിരുത്തലൊക്കെ പാർട്ടിക്കുണ്ട്. എന്തായാലും അതിന്റെ വിശദാംശങ്ങൾ നൽകുകയായിരുന്നു അൻഫിലിറ്റ് ഡിസൂസ.